മുന്നോട്ട് ജയരാജൻ വിജയരാഘവൻ മുന്നേ എം പി പല നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ബി ജെ പിയുടെ ഞാൻ മുസ്ലിമാണ് സംഗതി, പക്ഷെ ബി ജെ പിയോട് ഒരു താല്പര്യമുള്ള ആളാണ്. എന്തുകൊണ്ട് ഇടക്ക് പലതോ അങ്ങനെ കഞ്ചിച്ചടക്കാണ് തന്നെ. അങ്ങനെ പറഞ്ഞു ഞാൻ തുറന്നു പറയും. പറയണം, അതിനാണല്ലോ ഞാനൊരു സഖാവാണ്. ഉള്ള ഒരു അവസ്ഥ മാറിക്കിട്ടേ മാത്രം രാഷ്ട്രീയത്തിനോട് ഒന്നിനോട് ഒരാൾ ഇന്ന വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വോട്ടാവുമ്പോ മാത്രം അവര് വീട്ടിൽ വരുന്നുണ്ട്. രാഘവൻ ജയിക്കണമെന്നാണ്. ജയിച്ച 4-5 അവരെ പോയി ആരുടെ കൂടെ നിൽക്കും. ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. പാലക്കാടിന്റെ ചൂട് അതികഠിനമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അന്നൊന്നും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ വന്നു, ഇത് അനുഭവിച്ചു. ബാലചന്ദ്രമേനോന്റെ വാക്കുകളെ കടമെടുത്താൽ എനിക്ക് തൃപ്തിയായി. എന്നാൽ ഈ ചൂടിനെക്കാളും അപ്പുറമാണ് ഇലക്ഷൻ ചൂട്. ഇവിടെ 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ് 3 മുന്നണികൾക്ക് വേണ്ടി മത്സരിക്കുന്നത്. സി കൃഷ്ണകുമാർ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു, VK ശ്രീകണ്ഠൻ UDFന് വേണ്ടി മത്സരിക്കുന്നു, വിജയരാഘവൻ LDFന് വേണ്ടി മത്സരിക്കുമ്പോൾ നമുക്ക് വോട്ടർമാരോട് നേരിട്ട് ചോദിച്ചറിയാം പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ആര് പാർലമെന്റിൽ. പാലക്കാട് മണ്ഡലത്തിലെ നിലവിലെ സ്ഥിതി വെച്ചിട്ട് ആർക്കാ ഒരു സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റും? ശ്രീകണ്ഠനാണ്. UDF. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധ്യത പറയാൻ? അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ട്രെൻഡ് അങ്ങനെയാണ്. ചേട്ടാ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പൊ ആർക്കാ ഒരു സാധ്യത ഉള്ളത് അല്ലെങ്കിൽ മുൻതൂക്കം ഉള്ളത്? മുന്നോട്ട് ജയരാജൻ വിജയരാഘവൻ LDF അദ്ദേഹത്തിനാണ് സാധ്യത. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധ്യത പറയുന്നത്? അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് എനിക്ക് UDF സ്ഥാനാർത്ഥി ജയിക്കുന്ന പ്രതീക്ഷ. UDF ശ്രീകണ്ഠൻ മുന്നേ എം പി പല നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്ത്യൻ സഖ്യം ജയിക്കണം. മോഡിക്കെതിരായിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പാലക്കാട് മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യത ഉള്ളത്? സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാച്ചാല് ഞാൻ ബി ജെ പിയുടെ ഞാൻ മുസ്ലിമാണ് സംഗതി, പക്ഷെ ബി ജെ പിയോട് ഒരു താല്പര്യമുള്ള ആളാണെന്ന് മാത്രം. കൃഷ്ണകുമാർ ജയിക്കണം അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളാണെന്ന് മാത്രം. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ പാലക്കാട് മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യത ഉള്ളത്? ഇപ്പം പാലക്കാട് മണ്ഡലം കൃഷ്ണകുമാറിനാണ്. BJP. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കണമെന്ന്? നാടിന്റെ വികസനം അല്ല, അതുകൊണ്ട് കൃഷ്ണകുമാർ ജയിക്കണം. CPM നാണ്. രാഘവനാണ്. ആണോ? എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഞാൻ പാകിസ്ഥാനാണ്. ഇവിടെ കൃഷ്ണകുമാർ. ആര് ജയിക്കുമെന്ന് ആഗ്രഹിക്കും? BJP. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുമെന്ന് വിചാരിക്കുന്നത്? എന്തുകൊണ്ട് ഇടക്ക് പലതോ അങ്ങനെ കഞ്ചിച്ചടക്കാണ് തന്നെ. മാറ്റം വരണമെന്ന് ആഗ്രഹിക്കും. മാറ്റം വരണം. അതുകൊണ്ട് കൃഷ്ണകുമാർ വരുമെന്ന് ആഗ്രഹിക്കും. നമുക്ക് ഇലക്ഷനെ പറ്റിയിട്ട് വലിയ പിടിപാട്. അല്ല, ഏത് പാർട്ടി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? LDF, UDF, BJP? ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? അതിപ്പോ ഞാനിപ്പോ ഇതില് പറയൽ ചേട്ടൻ ഒരു ആഗ്രഹമില്ല? നമുക്ക് അറിയില്ല. ആണോ? ഒരു ആഗ്രഹം ഇത് ആര് ആര് ജയിച്ചാലും നമുക്ക് ഒരു കുഴപ്പമില്ല. ആണോ? ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് ശ്രീകണ്ഠൻ ജയിക്കട്ടെ എന്നാണോ? ജയിക്കട്ടെ എന്ന് തന്നെയല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓരോ പാർട്ടിക്ക് ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ടാവും. അതുകൊണ്ട് ശ്രീകണ്ഠൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കും. അതെ. പാലക്കാട് മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യത ഉള്ളത്? പാലക്കാട് മണ്ഡലത്തിൽ പറയുമ്പോ ഇവിടെ ശ്രീകണ്ഠൻ നിൽക്കുന്നുണ്ട്, കൃഷ്ണകുമാറുണ്ട്, പിന്നെ രാഘവനുണ്ട്. 40% ഒരു മാതൃഭൂമി മുസ്ലിം ഇന്ന് കാലത്ത് വരെ കണ്ടത് അങ്ങനെയാണ്. 40-38 മറ്റവർക്കുള്ളൂ. അല്ല, ചേട്ടന്റെ ആഗ്രഹം ആര് ജയിക്കണമെന്നാ? അങ്ങനല്ല, നല്ല വ്യക്തി വരട്ടെ. നല്ലൊരു വ്യക്തി. ആരാണ് നല്ല വ്യക്തി ആഗ്രഹിക്കുന്ന വിചാരിക്കുന്ന? അങ്ങനെ പറഞ്ഞു ഞാൻ തുറന്നു പറയും. പറയണം, അതിനാണല്ലോ. ഞാനൊരു സഖാവാണ്. അതുകൊണ്ട് വരണം. LDF ചെയ്യണം. ഞാൻ അത്രേ പറയുള്ളൂ. ആഗ്രഹിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നാട് നല്ല ചെയ്താൽ മതി. അതൊരു ആഗ്രഹം ഉണ്ടോ? ആരെങ്കിലും ജയിക്കണം മാത്രം മതി. ഇന്ന പാർട്ടിയൊന്നുമില്ല. ആര് ജയിച്ചാലും നല്ല ഉള്ള ഒരു അവസ്ഥ മാറിക്കിട്ടിയാൽ മാത്രം മതി. വീടില്ലാത്തൊരു വീട് കിട്ടിയാൽ മാത്രം. പാലക്കാട് മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യത ഉള്ളത്? BJP. കൃഷ്ണകുമാർ. എന്തുകൊണ്ടാണ് അദ്ദേഹം? നല്ലൊരു വ്യക്തിയാണ്. എല്ലാവരും ആളുകൾ നല്ല സപ്പോർട്ട് പറഞ്ഞു. അതുകൊണ്ട് കൃഷ്ണകുമാർ ജയിക്കുന്ന ആഗ്രഹം. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടേ അമ്മയുടെ ആഗ്രഹം ആര് ജയിക്കണോന്നാ ഇവിടെ പാലക്കാട്? ഞാൻ അങ്ങനെയൊന്നുമില്ല. ഏത് പാർട്ടി ജയിച്ചാലും പാവങ്ങളെ രക്ഷപ്പെടുത്തണ്ടേ? അത് പറയാ അവര് രക്ഷപ്പെടുത്തണില്ലല്ലോ. എന്നാലും അമ്മയുടെ ആഗ്രഹം അങ്ങനെ ഉണ്ടോ? LDF, UDF, BJP അങ്ങനെ ഏതെങ്കിലും പാർട്ടി ജയിക്കണം? വിജയരാഘവനുണ്ട്, ശ്രീകണ്ഠനുണ്ട്, കൃഷ്ണകുമാറുണ്ട്. ഇതിലാരാ ജയിക്കേണ്ടെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. ഞാന് ഏത് ടീം നന്നായിട്ട് നമ്മളെ രക്ഷിക്കണോ
അവർക്ക് വോട്ട് ചെയ്യും ഞാൻ. അല്ലാതെ രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയമായിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഇത്രയും കൊല്ലമായിട്ടും നമ്മളെ ഒരു പാവപ്പെട്ട ഒരു വീടാണ്, വീട് ഇടിഞ്ഞ് വീഴാറായി, ഒരാൾ ഇന്ന വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വോട്ടാവുമ്പോ മാത്രം അവര് വീട്ടിൽ വരുന്നുണ്ട്, നിങ്ങളെയൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ഇനി ഇപ്പൊ നമ്മൾ ആര് സഹായിക്കുന്നോന്ന് ഉള്ളത് ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്യും. ഓക്കെ. അല്ലാണ്ട് ഇന്ന ടീം ആണോ ഇന്ന പാർട്ടി എന്നില്ല. ഞങ്ങൾ അത്രയും പാവപ്പെട്ടവരാ മോനെ. ചേച്ചി ഭർത്താവില്ല, നോക്കാൻ ആരും ഇല്ലാത്തൊരു പാവപ്പെട്ട വീട്ടിലെ ഞാനാ. ഈ ലോട്ടറി കൊണ്ട് നേരം എടുക്കുമ്പോ വന്നിരിക്കും. കാലാണെങ്കിൽ വണ്ടി ആക്സിഡന്റ് പറ്റിയ കാല്, നടക്കാൻ വയ്യാത്ത ഒരാള്. ഈ മുള്ളൂർക്കര കൊല്ലമാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഒരാൾ ഇന്ന വരെ സഹായിക്കാൻ വന്ന് നോക്കിയിട്ടില്ല. ബാക്കി എല്ലാ വീട്ടുകളിലും പോകണ്ടല്ലോ അവരൊക്കെ. വോട്ടിന് മാത്രം വന്നിട്ട് ഈ 5 കൊല്ലത്തോട്ടിന് വേറെ ആളാണല്ലോ അവരെ, ഗവൺമെന്റിൽ നിന്നാണ് വരുന്നത്. മറ്റു കുട്ടികളുടെ കയ്യിലാണ് വോട്ട് ലിസ്റ്റ്, പഞ്ചായത്ത് വോട്ടിനൊക്കെ കൊടുത്തയക്കുന്നത്. അവരൊരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് അവരെ. മഴവെള്ളം വന്ന് നമ്മുടെ വീടിന്റെ സ്റ്റെപ്പ് വരെ വന്നു. ആ റോഡ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് വരെ ഫണ്ട് പാസ്സായിട്ട് ഇന്ന വരെ ആ മെമ്പർ ഞങ്ങളുടെ ഗിരിജ അവര് ആ ഭാഗങ്ങളൊക്കെ നല്ലതാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ ആ ഭാഗത്ത് റോഡിന്റെ വരെ ഏത് പാർട്ടിയാ? ഏത് പാർട്ടിയാ? അവര് അരിവാളം സീറ്റ് അങ്ങനെയല്ലേ പറയാ, അതെ. അവരാണ്. പക്ഷെ അവര് പഞ്ചായത്ത് വോട്ടിനൊക്കെ നമ്മളെ വോട്ട് കൊടുത്തിട്ട് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞു വന്നിട്ട് വീട്ടിലേക്ക് പിന്നെ വന്നിട്ടില്ല. ഇന്ന വരെ ഒരു സഹായവും തിരിഞ്ഞോയില്ല. ആ റോഡ് കുറച്ച് മണ്ണിട്ടുണ്ട്. മഴവെള്ളം വന്നാൽ ഞങ്ങൾക്ക് ആ വഴിക്ക് നടക്കാൻ പറ്റില്ല, ഒന്നുമില്ല. ഇപ്പൊ ഇത്തിരി മണ്ണടിച്ചിട്ട് ഇങ്ങനെയുണ്ട്. ഞങ്ങള് റോഡൊക്കെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് പഞ്ചായത്തിന് വിട്ടു കൊടുത്തിട്ടുണ്ട്. അവര് നന്നാക്കി തരാന്ന് പറഞ്ഞു. ഫണ്ട് പാസ്സായിട്ട് ഇപ്പൊ ഇതുവരെ നന്നാക്കി തന്നിട്ടില്ല. അപ്പൊ ഞാന് ഞങ്ങളെ സഹായിക്കാൻ വന്നോന്ന് നോക്കട്ടെ, അപ്പൊ ഞാൻ അവർക്ക് വോട്ട് ചെയ്തിരിക്കും. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ അയ്യോ എന്റെ പോലത്തെ സഹോദര, അങ്ങനത്തെ യാതൊരു കാര്യമില്ല. ഒരാൾക്കും ചെയ്യണം താല്പര്യമില്ല, ചെയ്തൊക്കെ പോകും. രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല, രാഷ്ട്രീയത്തിനോട് ഒന്നിനോട് താല്പര്യം. അതുകൊണ്ട് വോട്ടേ ചെയ്യത്തില്ല. വോട്ട് ചെയ്യാൻ അത് വേണേ നോക്കിക്കോ. പാലക്കാട് മണ്ഡലത്തിലെ ആർക്കാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സാധ്യത ഉള്ളത്? കൃഷ്ണകുമാറിനാണോ? BJPക്കാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധ്യത പറയുന്നത്? അതുകൊണ്ട് രാഘവൻ അദ്ദേഹം ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സാധ്യത പറയുന്നത്? എന്തുകൊണ്ടാണ് രാഘവൻ ജയിക്കുമെന്ന് കരുതുന്നത്? വരണം, ഇടതുപക്ഷം വരണം. അതുകൊണ്ടാണ്. മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കുക? ശ്രീകണ്ഠനാവും. UDF ആവും. എന്തുകൊണ്ട് അതാന്ന് പറയാൻ കാര്യം? അല്ല, വോട്ട്സ് കൂടുതൽ കിട്ടാൻ ആൾക്കാണ്, അതുകൊണ്ട് ആണ്. മോനിഷ്ടം UDF ആണ്, അങ്ങനെയും പറയാം. അതുകൊണ്ട് എനിക്ക് LDF വരണമെന്നാണ്. LDF വരണമെന്നാണ്. വിജയരാഘവൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് പ്രത്യേക ആഗ്രഹം? അങ്ങനെ എന്താ, എന്തുകൊണ്ടാണ്? നാട്ടിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിജയരാഘവൻ ജയിക്കണം. ഇവിടെ ജയിക്കണം എന്ന് പറഞ്ഞാൽ BJP ജയിക്കണം. BJP ജയിക്കണം. കൃഷ്ണകുമാർ ജയിക്കണം. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കണം ആഗ്രഹിക്കുന്നത്? ഇപ്പൊ അവര് മാറി മാറി ഭരിക്കുകയാണല്ലോ. അപ്പൊ അവരെ കൊണ്ട് ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവും. കേരളത്തിൽ മാറ്റം വരും. മാറ്റം വരാൻ വേണ്ടി കൃഷ്ണകുമാർ ജയിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഓക്കെ. ഈ പാലക്കാട് മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ആരാ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? LDF, UDF, BJP, അങ്ങനെ ആരാ? വിജയരാഘവൻ, ശ്രീകണ്ഠൻ, കൃഷ്ണകുമാർ, ആരും ജയിക്കണമെന്നായിട്ട് ആഗ്രഹം? ശ്രീകണ്ഠൻ ജയിക്കുന്ന ധാരണ. UDF ജയിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത്? അയാള് നല്ലൊരു പ്രവർത്തനമാണ്. അത് കാരണം കൊണ്ട് ജനങ്ങള് അയാൾക്ക് വോട്ട് ചെയ്യുന്ന ധാരണ. UDF ജയിക്കുന്നതായിരിക്കും. എന്റെ അഭിപ്രായം അങ്ങനെയാണ്. ഓക്കെ. പാലക്കാട് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാ വിചാരിക്കുന്നത്? ആരാ ആഗ്രഹം? പാർട്ടിയായിട്ട് യാതൊരു പിടിപാടില്ലാത്ത എന്നാലും ഏതെങ്കിലും ആള് ജയിക്കണമെന്ന് ആഗ്രഹം? UDF ജയിക്കാൻ സാധ്യതയുള്ളൂ. LDF, UDF, BJP, രാഘവൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. എന്താണ് പ്രത്യേക കാരണം എന്തെങ്കിലും ഉണ്ടോ? ശക്തമായ ഒരു LDF പ്രവർത്തകനാണ്, അതുകൊണ്ട് തന്നെ LDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. LDF തന്നെയാണ്. രാഘവൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇതിനു മുമ്പ് പ്രളയം വന്നപ്പോ അതിന്റെ സഹായങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു. ഇപ്പത്തെ നോക്കണ്ട, ഇപ്പത്തെ അവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ജയിക്കണം തന്നെ ആഗ്രഹം.
അദ്ദേഹം ജയിക്കണമെന്നാണ് ആഗ്രഹം. ഈ പാലക്കാട് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ്റെ ഒരു വിശ്വാസം ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട്? പറയാൻ പറ്റില്ല, നല്ല മത്സരല്ലേ. ശക്തമായ ത്രികോണ മത്സരമാണോ? എന്നാലും ആർക്കാരും നേരെ മുൻതൂക്കമുള്ളതെന്ന് പറയാൻ സാധിക്കും? പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ. എന്തോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. ആണോ? ആർക്കും ഒരു സാധ്യത പറയാൻ പറ്റും? ആണോ? ഈ പാലക്കാട് മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യത ഉള്ളത് അല്ലെങ്കിൽ ആർക്കാ ഒരു മുൻതൂക്കമുള്ളതെന്ന് പറയാൻ സാധിക്കും? പാലക്കാടോ? പാലക്കാട് മണ്ഡലത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ബന്ധമില്ല, അത്ര വേണം. എന്നാൽ ഏത് പാർട്ടി ജയിക്കണം, ആര് ജയിക്കണം, അങ്ങനെ ഒരാഗ്രഹവും ഇല്ല. എന്റെ ആഗ്രഹം കോൺഗ്രസ് പാർട്ടി ജയിക്കണം. ശ്രീകണ്ഠൻ ജയിക്കണമെന്ന് ആഗ്രഹം. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത്? പൊതുവെ അദ്ദേഹത്തിന് മാന്യനായ വ്യക്തിയാണ്, എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ട് ശ്രീകണ്ഠൻ ജയിക്കും. നമ്മുടെ ആഗ്രഹം LDF ആണോ, UDF ആണോ, BJP ആണോ? LDF രാഘവൻ അദ്ദേഹം ജയിക്കണം. പ്രത്യേക കാരണം എന്തെങ്കിലുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ അദ്ദേഹം ജയിക്കണം ആഗ്രഹിക്കും. പാലക്കാട് ശ്രീകണ്ഠനായിരിക്കാൻ സാധ്യത. UDF എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാം? ശരിക്ക് BJP എതിർക്കാൻ അവരെ കൊണ്ട് കഴിയുള്ളൂ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ. കേന്ദ്രത്തിൽ CPM 40 ആകെ അവർ 10-60 സീറ്റിലാണ് മത്സരിക്കുക. അത് ജയിച്ചാൽ 4-5 അവരപ്പോൾ ആരുടെ കൂടെ നിൽക്കും, കിടക്കുമല്ലാത്ത അവർ ശരിക്കും ഇത് ദേശീയ തെരഞ്ഞെടുപ്പല്ലേ. അപ്പോൾ 2 ദേശീയ പ്രാതിനിധ്യമുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് UDF ആണ് പോകേണ്ടത്. അതുകൊണ്ട് ശ്രീകണ്ഠൻ ജയിക്കണം ആഗ്രഹിക്കും. ഈ പാലക്കാട് മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യത ഉള്ളത്? എനിക്ക് ഇലക്ഷനെ കുറിച്ച് അറിയില്ല, സോറി. ഏത് പാർട്ടി ജയിക്കണം? ഞാൻ അങ്ങനെ ഒരു പാർട്ടിയിലും ഇല്ല. അതുകൊണ്ട് തന്നെ പാർട്ടിനെ കുറിച്ചിട്ട് വലിയ താല്പര്യമില്ല. നേരെ മുൻതൂക്കാൻ ചെയ്യേണ്ട ആഗ്രഹം എന്റെ ആഗ്രഹം BJPക്കാണ് മുൻതൂക്കം കൂടുതൽ വിചാരിക്കുന്നു. കൃഷ്ണകുമാറാണോ വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ BJP? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഞാനിപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നതാണ്, BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ ഒരുപാട് ആൾക്കാർ തിരിഞ്ഞുണ്ട് അതേമാതിരി. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു BJP. അത് തെരഞ്ഞെടുപ്പിന്റെ ചട്ടവട്ടങ്ങളായി മുഴുവൻ വരുന്നല്ലേ ഉള്ളൂ. നമുക്ക് മുഴുവൻ ഇപ്പൊ പറയാൻ പറ്റില്ല. ടഫായിട്ടുള്ള ത്രികോണ മത്സരമാണ്. ഈ ഭാഗത്തൊക്കെ കൂടുതൽ ചുമരെഴുത്തുകളും വർക്കുകളൊക്കെ കാണുന്നത് കൃഷ്ണകുമാറിന്റെയാണ്, BJP-യുടെ. മറ്റേ മറ്റൊരു വണ്ടികളൊന്നും ഇങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല. ഇനി പാലക്കാട് ആ ഭാഗത്ത് ഇവിടെ നമുക്കറിയില്ല. ഇവിടെ ഈ ചുറ്റുപാടത്ത് വാർഡിലും BJP-യുടെ കൗൺസിലർമാരാണ്. അപ്പൊ കൃഷ്ണകുമാറിനാണ് ഇവിടെ ഈ ഭാഗത്ത് കൂടുതൽ ചാൻസ്.